welcome back to channel. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് K2S6 CSE ഇമ്പോർട്ടന്റ് കോർ പേപ്പറായ ആഡിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം അതുപോലെ ക്രൈറ്റീരിയ ഫോർ അനലൈസിംഗ് അൽഗോരിതം. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് ഒരു അൽഗോരിതം എന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് ഒരു അൽഗോരിതം? അൽഗോരിതത്തെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് സ്പെസിഫൈ എ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് to be carried out in order to solve a specific problem or a class of problem. ഒരു സ്പെസിഫിക് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഫൈനൈറ്റ് സ്റ്റെപ്സിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്ന അൽഗോരിതം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ബി ഡിഫൈൻഡ് ആസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോർ പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് എന്ത് അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. മെയിനായിട്ട് 5 ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അൽഗോരിതം ഉണ്ട്. First one, input. It generally requires finite number of inputs. Output. It must produce at least one output. At least one output എങ്കിലും produce ചെയ്തിരിക്കും. Finiteness. It must terminate after a finite number of steps. ഒരു finite number of stepsന് ശേഷം termination സംഭവിക്കും. Definedness. Each instruction should be clear and unambiguous. അൽഗോരിതത്തിൽ each instruction clear ആയിരിക്കണം, unambiguous ആയിരിക്കണം. Effectiveness. Clear and effective analysis ആയിരിക്കും. അതുപോലെ steps should be സഫിഷ്യൻ്റ്ലി ബേസിക് ഉള്ള സ്റ്റെപ്സ് ആയിരിക്കും അൽഗോരിതത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് 5 ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അൽഗോരിതം. 3 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അൽഗോരിതം. ഏതൊക്കെയാണ്? ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഫൈനൈറ്റ്നെസ്, ഡിഫൈൻഡ്നെസ്, എഫക്റ്റീവ്നെസ്. നെക്സ്റ്റ് വൺ, അനാലിസിസ് ഓഫ് അൽഗോരിതം. നമുക്ക് 2 ക്വാളിറ്റീസ് അല്ലെങ്കിൽ 2 കോംപ്ലക്സിറ്റീസ് യൂസ് ചെയ്താണ് അൽഗോരിതം അനലൈസ് ചെയ്യുന്നത്. ഒന്ന് ടൈം കോംപ്ലക്സിറ്റിയും ഒന്ന് സ്പേസ് കോംപ്ലക്സിറ്റിയും. എന്താണ് ടൈം കോംപ്ലക്സിറ്റി, എന്താണ് സ്പേസ് കോംപ്ലക്സിറ്റി നോക്കാം. ഫസ്റ്റ് വൺ, സ്പേസ് കോംപ്ലക്സിറ്റി. സോ ആ വാക്ക് പറയുന്നത് തന്നെ അവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആവറേജ് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് സ്പേസ് ആണ്. സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മെമ്മറി സ്പേസ് എ പ്രോഗ്രാം ടേക്സ് ടു റൺ ടു ഇറ്റ്സ് കംപ്ലീഷൻ. ഒരു പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് എടുക്കുന്ന മെമ്മറി സ്പേസ്, ടോട്ടൽ എമൗണ്ട് ഓഫ് മെമ്മറി സ്പേസ് ആണ് എന്ത് സ്പേസ് കോംപ്ലക്സിറ്റിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്പേസ് നീഡഡ് ബൈ ഈച്ച് അൽഗോരിതം ഇസ് ദ സം ഓഫ് ദ ഫോളോയിങ് കോമ്പോണൻസ്. സ്പേസ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ 2 കമ്പോണൻസ് ആഡ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഫിക്സഡ് പാർട്ടും ഒന്ന് വേരിയബിൾ പാർട്ടും. ഫിക്സഡ് പാർട്ട് എന്ന് പറയുന്നത് അവിടെ ഇൻസ്ട്രക്ഷൻ്റെ സ്പേസ്, അതുപോലെ സ്പേസ് ഫോർ സിമ്പിൾ വേരിയബിൾസിനും കോൺസ്റ്റൻസിനുള്ള സ്പേസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിക്സഡ് പാർട്ടിലും. വേരിയബിൾ പാർട്ടിൽ ഈ ഇൻപുട്ടിൻ്റെ ചേഞ്ച് അനുസരിച്ച് വേരിയബിൾസിൽ വാല്യൂ ചേഞ്ച് വരുന്ന അവരുടെ സ്പേസ്, അതുപോലെ റെഫറൻസ്ഡ് വേരിയബിൾസിൻ്റെ സ്പേസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വേരിയബിൾ പാർട്ടിലും ആയിരിക്കും. സോ ഈ ഫിക്സഡ് പാർട്ട് പ്ലസ് വേരിയബിൾ പാർട്ടാണ് ടോട്ടൽ സ്പേസ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു ഇക്വേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. എസ് ഓഫ് പി ഈക്വൽ ടു സി പ്ലസ് എസ് പി ഓഫ് ഐ. ഇതിൽ സി എന്ന് പറയുന്നത് ഫിക്സഡ് പാർട്ടും എസ് പി എന്ന് പറയുന്ന വേരിയബിൾ പാർട്ടുമാണ്. ഓക്കെ, ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഇവിടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ സ്പേസ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. സോ അൽഗോരിതം എ ബി സി എ കോമ ബി കോമ സി ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് റിട്ടേൺ ആയിട്ട് ഒരു കൊടുത്തിട്ടുണ്ട്, ഒരു ഇക്വേഷനായിട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എ ബി സി എന്ന് പറഞ്ഞ 3 വേരിയബിൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്പേസ് കോംപ്ലക്സിറ്റിയിൽ ഈ 3 വേരിയബിൾസിനെയും കോൺസ്റ്റൻറ്റ്, അതായത് നമ്മളിവിടെ അൽഗോരിതം എ ബി സി അക്സെപ്റ്റ് ചെയ്യുന്ന 3 സിമ്പിൾ വേരിയബിൾസ് ആയിട്ടാണ്. അപ്പോൾ ഒരു സ്പേസ് വെച്ച് എല്ലാ വേരിയബിൾസിനും കൊടുക്കും. അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്ക് 1, ബിക്ക് 1, സിക്ക് 1. അപ്പോൾ ടോട്ടൽ 3 സ്പേസ് എന്തെങ്കിലും വേരിയബിൾസ് എടുത്തിട്ടുണ്ട്. അല്ലാതെ ഇവിടെ ഇനി എന്തെങ്കിലും ഫംഗ്ഷൻ ലൂപ്പായിട്ടൊന്നുമില്ല. സോ ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിൽ ഫിക്സഡ് സ്പേസ് മാത്രമേ റിക്വയർ ചെയ്യുന്നുള്ളൂ, വേരിയബിൾ പാർട്ടിൻ്റെ ആവശ്യമില്ല. സോ ടോട്ടൽ സ്പേസ് കോംപ്ലക്സിറ്റി എന്ത് വരും? എസ് പി ഈക്വൽ ടു 3 + 0 = 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. അൽഗോരിതം സം എ കോമ എൻ എസ് ഇസ് ഈക്വൽ ടു 0 എഫ് ഫോർ ഐ ഈക്വൽ ടു 0 to n-1 എസ് ഇസ് ഈക്വൽ ടു ഒരു എസ് പ്ലസ് എ ഓഫ് ഐ റിട്ടേൺ എസ്. ഈ ഒരു അൽഗോരിതം നോക്കിക്കോ. ഇവിടെ സം എ കോമ എൻ അത് നമ്മളത് ഇനിഷ്യലൈസ് ചെയ്തതാണല്ലേ. ഇവിടെ എസിന് ഒരു സ്പേസ് എടുക്കുന്നുണ്ട്. എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അസൈൻ ചെയ്തിട്ടുണ്ട്, അതിന് ഒരു സ്പേസ്. ഫോർ ഐ ഈക്വൽ ടു 0 എന്നാണ് അസൈൻ ചെയ്യുന്നത്, ഒരു സ്പേസ് ഫോർ ഐ 1 കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ എന്ന് പറഞ്ഞ വേരിയബിളിന് 1. സോ ടോട്ടലി 3 വേരിയബിളാണ് ഇവിടെ ഉള്ളത്, എൻ എസ് ഐ. ഇതിന് 3 നമ്മൾ ഒരു സ്പേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കി, എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എ ഓഫ് ഐ. ഇവിടെ എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ വേരിയബിൾ അല്ല, ഒരു അറേയാണ്. സോ അറേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ എൻ ആയിരിക്കും. സോ സൈസ് ഓഫ് എൻ ആണ് അറേ. ഓക്കെ അല്ലേ? പിന്നെ റിട്ടേൺ 0 ആണ്. സോ ടോട്ടൽ സ്പേസ് എങ്ങനെ വരും?
1 plus 1 plus 1 3, 3 plus n, ടോട്ടൽ n plus 3 ആണ് സ്പേസ് വരുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് സ്പേസ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക് ടൈം കോംപ്ലക്സിറ്റി. സോ ടൈം കോംപ്ലക്സിറ്റി എന്താണ്? സോ ഇറ്റ്സ് ദ എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടർ ടൈം ഇറ്റ് നീഡ്സ് ടു റൺ ടു കംപ്ലീഷൻ ചെയ്യാനായിട്ടുള്ള റണ്ണിങ് ടൈം അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ ടൈമിനെയാണ് ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓർ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് എൻ അൽഗോരിതം മെഷേഴ്സ് ദ ടോട്ടൽ ടൈം അല്ലെങ്കിൽ ഹൗ മച്ച് ടൈം ആൻ അൽഗോരിതം റിക്വയർസ് ടു റൺ ദ പ്രോഗ്രാം കംപ്ലീറ്റ്ലി. ഒരു പ്രോഗ്രാം കംപ്ലീറ്റ്ലി ആയിട്ട് റൺ ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കുന്നു, അതാണ് ടൈം കോംപ്ലക്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? സ്പേസ് കോംപ്ലക്സിറ്റി ആണെങ്കിൽ അവിടെ മെമ്മറി സ്പേസ്, ടോട്ടൽ എമൗണ്ട് ഓഫ് മെമ്മറി സ്പേസ് ആണെങ്കിൽ ടൈം കോംപ്ലക്സിറ്റിയിൽ എത്ര ടൈം എടുക്കുന്നു ഒരു പ്രോഗ്രാം റൺ ചെയ്യാനായിട്ടുള്ള ആ ഒരു റണ്ണിങ് ടൈം, ആ ഒരു കംപ്ലീറ്റ് ഒരു കമ്പ്യൂട്ടർ ടൈം എമൗണ്ട് ആണെന്ത് ടൈം കോംപ്ലക്സിറ്റി കാണിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ ടോട്ടൽ ടൈം കണ്ടുപിടിക്കുന്നത് സം ഓഫ് ഇറ്റ്സ് കമ്പൈൽ ടൈം റൺ ടൈം, കമ്പൈൽ ടൈം പ്ലസ് റൺ ടൈം ആണ് ടോട്ടൽ ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് ടൈം കോംപ്ലക്സിറ്റി. നമ്മൾ അവിടെ സ്പേസ് കോംപ്ലക്സിറ്റിയിൽ നമ്മൾ എന്താ ചെയ്തത്, ഓരോ വേരിയബിൾസിന് വരുമ്പോൾ ആ ടൈം ഓരോ സ്പേസ് വെച്ച് നമ്മൾ മെൻഷൻ ചെയ്ത് ആഡ് ചെയ്തു അല്ലേ? അറേ ആണെങ്കിൽ n സ്പേസ് കൊടുത്തു അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇവിടെ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് ഉണ്ട്, അതിനെ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയും. സോ ഇവിടെ നമ്മൾ ഫ്രീക്വൻസി കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താണ് ഫ്രീക്വൻസി കൗണ്ട് എന്ന് ചോദിച്ചാൽ ഇറ്റ് is defined as the number of times the statement is executed in the program. ഒരു പ്രോഗ്രാമിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്ര ടൈംസ് എക്സിക്യൂട്ട് ചെയ്തു അതിൻ്റെ കൗണ്ടാണ് ഫ്രീക്വൻസി കൗണ്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഇറ്റ് ഷോസ് ദ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഓർ നമ്പർ ഓഫ് സ്റ്റെപ്സ്, എത്ര സ്റ്റെപ്പ് ഒരു പ്രോഗ്രാമിൽ എത്ര സ്റ്റെപ്സ് ഉണ്ട് അതിൻ്റെ കാൽക്കുലേഷനാണ് ഫ്രീക്വൻസി കൗണ്ട് കാണിക്കുന്നത്. മെയിനായിട്ട് ഫ്രീക്വൻസി കൗണ്ടിൽ ആ ഒരു അൽഗോരിതത്തിൽ കമൻസോ ഡിക്ലറേഷനോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അവിടുത്തെ ഫ്രീക്വൻസി കൗണ്ട് 0 ആയിരിക്കും. റിട്ടേണോ അല്ലെങ്കിൽ എന്തെങ്കിലും അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഫ്രീക്വൻസി കൗണ്ട് ഈക്വൽ ടു 1 ആയിരിക്കും. അതുപോലെ എന്തെങ്കിലും ലൂപ്പ് കണ്ടീഷൻ, ലൂപ്പായിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻ വന്നാൽ n+1 ടൈംസ് ആയിരിക്കും. പിന്നെ ബോഡി ഓഫ് ദ ലൂപ്പിന് n ടൈംസ്. അപ്പോൾ ഇത്രയും റൂൾസ് ആണ് ഫ്രീക്വൻസി കൗണ്ട്. ഈ റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഒന്നും കൂടെ പറയാം, കമൻറ്റ്സ് അല്ലെങ്കിൽ ഡിക്ലറേഷന് ഈക്വൽ ടു 1 സ്റ്റെപ്പാണ്, റിട്ടേൺ അല്ലെങ്കിൽ അസൈൻമെൻറ്റ് 1 സ്റ്റെപ്പാണ്, പിന്നെ അതുപോലെ തന്നെ ലൂപ്പ് കണ്ടീഷൻസിന് n+1 സ്റ്റെപ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ഒരു ക്വസ്റ്റ്യൻ അൽഗോരിതം സമ്മിൽ മെയിനായിട്ട് ഡിക്ലറേഷനാണ്, ഡിക്ലറേഷൻ 0 ആണ്. പിന്നെ നോക്കി a = 5, a = 5, b = 9, ഇതെല്ലാം എന്താണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിന് എന്താണ് 1 ആണ് കൊടുക്കുന്നത്, സോ 1 കൊടുക്കും. അതുപോലെ c = a+b, അതെന്താണ് ഒരു അസൈൻമെൻ്റ് ആണ്, സോ 1. ടോട്ടൽ എത്ര 3 വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? എല്ലാ സ്റ്റെപ്പിനും നമ്മൾ എടുക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞ ആ ഒരു ഇത് വെച്ച് വേണം എടുക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അൽഗോരിതം സം a, n, s = 0, ഇവിടെ ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഡിക്ലറേഷൻ ഒന്നുമില്ല, 0 ആണ്. s = 0, അത് അസൈൻമെൻ്റ് ആണ്, സോ ഒരു 1 ആയിരിക്കും യൂണിറ്റ് വരുന്നത്. പിന്നെ 4 ഫോർ ലൂപ്പ് വന്നു, നമ്മളൊന്ന് ലൂപ്പ് കണ്ടീഷൻ വന്ന് എന്ത് ചെയ്യും, n+1 സ്റ്റെപ്പ് എടുക്കും, സോ n+1. നെക്സ്റ്റ് ലൂപ്പിൻ്റെ അകത്ത് s = s+a of i, അവിടെ ഒരു അറേ വരുന്നുണ്ടല്ലേ, അറേ ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ? സോ അറേ അവിടെ വരുന്നതുകൊണ്ട് അവിടുത്തെ വാല്യൂ എന്തായിരിക്കും, n ആയിരിക്കും. നെക്സ്റ്റ് റിട്ടേൺ s, അവിടെ s എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ. നമ്മൾ കൊണ്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിന് എന്താണ് ഒരു സ്റ്റെപ്പാണ് കൊടുക്കുന്നത്, സോ 1. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, 1+1 2n+3 എന്ന് വരും. ഓക്കെ, സോ ഇതാണ് ടോട്ടൽ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ദിസ് അൽഗോരിതം. മനസ്സിലായോ എങ്ങനെയാണ് ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ അല്ലേ?